बंद कर दो पूरा, नहीं बाकी का पूरा നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഇരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മശീഹായുടെ ജെറുസലേം പ്രവേശന നാളിൽ ഇപ്രകാരം സംഭവിച്ചു.
അവനിത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവുമരിക്കരികെയുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങളതിനെ അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നു. അതിന്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവരതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്തു വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തിനോടടുത്ത ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണങ്ങൾ മുഴുവനും സന്തോഷത്തോടെ തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. എല്ലാവരും ചൊല്ലുക: അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദാവീദിന്റെ പുത്രന് ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദാവീദിന്റെ പുത്രന് ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദാവീദിന്റെ പുത്രന് ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്തൃനാമത്തിൽ വരുന്നോൻ വാഴ്ത്തപ്പെട്ടവനാ എന്നും എന്നേക്കും. ജനകൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസേർ അവനോട് പറഞ്ഞു: ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു: ഇവർ മകനം ഭരിച്ചാൽ ഈ കല്ലുകളാർക്ക് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. തുടർന്ന് ദേവാലയത്തിലേക്ക് തിരിച്ച് നമ്മുടെ പ്രദക്ഷിണം പോയി പൂർത്തീകരിച്ച് പരിശുദ്ധമായ കുർബാനയിലേക്ക് പ്രവേശിക്കാം.
യെരൂശലേമിലെ ഉന്നതമായ പൊന്നുകരങ്ങളിൽ കാണുവാൻ